മരിച്ചവരുടെ പോക്കറ്റടിക്കുന്ന UDF ആണ് ഇവിടെ എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെയുള്ള വെല്ലുവിളികൾ തുടരുകയാണ്. രൂക്ഷമായി ആക്രമിക്കുന്നതിന്റെ പ്രതിപക്ഷത്തെ. എന്നോട് ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. അത്രക്കായല്ലേ? പതിവ് പോലെ തന്നെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. പരസ്യ സംവാദത്തിന് VD സതീശൻ വെല്ലുവിളിച്ചെങ്കിലും മുഖ്യമന്ത്രി അതിന് തയ്യാറായിരുന്നില്ല. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫേസ്ബുക്ക് വഴിയുള്ള ആ പരസ്യ സംവാദം മതി എന്ന നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത്. നേരത്തെ നിയമസഭയിൽ കിട്ടിയ അവസരങ്ങളെല്ലാം കളഞ്ഞുകുളിച്ച പ്രതിപക്ഷമാണ് പിന്നീട് പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ലേഖനത്തിൽ പറയുകയാണ്. എനിക്കത് കേട്ടാ മതി. മരിച്ചവരുടെ പോക്കറ്റടിക്കുന്ന UDF ആണ് ഇവിടെ എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. പറഞ്ഞില്ലേ അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് എന്ന് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു. ഭരണമുള്ള സമയത്ത് 18 മാസമാണ് ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ഉണ്ടാക്കിയത്. ജനസേവനം ഏത് നേരത്തും ഈ ഒരു ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ആ ക്ഷേമ പെൻഷൻ മുഴുവനും കൂട്ടി കൊടുത്ത ആളുകളോടാണ് നിങ്ങൾ വിമർശനം ഉന്നയിക്കുന്നത് എന്ന ചോദ്യമാണ് ആ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ചോദിക്കുന്നത്. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. പരസ്യ സംവാദം എന്നുള്ളത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ റീലുകൾക്ക് വേണ്ടിയുള്ള പരിപാടിയല്ലേ എന്നുള്ളതാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഇതിൽ ചോദിക്കുന്നത്. അതേതായാലും നന്നായി. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറയുകയാണ് ഓരോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രി. മറ്റാരുണ്ട് അതേ സമയത്ത് സമാന്തരമായി മുഖ്യമന്ത്രിയെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെ നേട്ടങ്ങൾ പറയാനുള്ള ഒരു അവസരമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. തെരഞ്ഞെടുപ്പിനോടടുത്ത് സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ആശയ സംവാദമാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായി വിറ്റ ഏറ്റവും വലിയ കള്ളം യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തമ്മിലാണ്. ഓരോ തവണയും സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാനുള്ള അവസരമാക്കി മുഖ്യമന്ത്രി അതിനെ എടുക്കുകയും ചെയ്യുന്നു. ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ. മാത്രവുമല്ല പ്രതിപക്ഷത്തിന്റെ വീഴ്ചകൾ അത് അക്കമിട്ട് പറയുന്നു. ആരത് പറഞ്ഞേ? എടോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കവിടെ ഊഹിക്കാൻ പാടില്ലേ? പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിലെ പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട് ആ ശവങ്ങളുടെ എണ്ണവും കണ്ണീരും പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ആളുകളിൽ നിന്ന് പണം പിരിച്ചത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി പ്രധാനമായും പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത്. അറിഞ്ഞെടുത്തോളം വളരെ മോശമായി പോയി. മാത്രവുമല്ല നിയമസഭയിലെ അവസരമുണ്ടായിരുന്നു, ആ അവസരം നഷ്ടപ്പെടുത്തുകയായിരുന്നില്ല, എന്നിട്ടാണോ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത് എന്ന രാഷ്ട്രീയ ചോദ്യവും മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. വെരി ഗുഡ്. ചുരുക്കത്തിൽ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണാത്ത രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യ സംവാദമായി ഭരണപക്ഷവും പ്രതിപക്ഷവും മാറുന്ന കാഴ്ചയാണ്. ഭരണം ഈ മൈഗുണന്മാരുടെ കയ്യിലായി പോയില്ലേ. എല്ലാറ്റിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളാം.